ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് സൺഡേ അല്ലേ, അപ്പം മോർണിംഗിൽ തന്നെ ഇതാ സ്പെഷ്യൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റവ ഉപ്മാവ് ഉണ്ടാക്കാം കേട്ടോ. റവ ഉപ്മാവ് പൊതുവേ എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടില്ലല്ലോ, എന്നാൽ ഞാൻ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ ഡ്രൈ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് റവ അങ്ങനെ വായിലോക്ക് വെക്കുമ്പോഴേക്കും അങ്ങോട്ട് ഉള്ളിലോട്ട് പോകും കേട്ടോ. അതിന് ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ. 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് റവന അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്തുട്ടോ, വറുത്തെടുത്തു. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു വെല്ലുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പൊട്ടും ഒരു പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ. ഇളക്കിയതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു. അതും കൂടി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ ഈ ഒരു മാവ് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. മാവ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കുകയില്ല കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നി. ഞാനൊക്കെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കട്ടായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുകയെന്ന് ഇപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ഉണ്ടാക്കിയതും അടിപൊളി ടേസ്റ്റ്, നല്ല രുചി കേട്ടോ. പിടിക്കുമ്പോൾ തന്നെ കണ്ടോ ഒരു പിടുത്തം വരുന്നു. അങ്ങനെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി വരാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഉപ്മാവും കഴിച്ച് ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ അയിലയും മത്തിയാണ് കേട്ടോ. അയിലക്കൊക്കെ പൊന്നിൻ്റെ വില എന്ന് പറഞ്ഞാൽ പാത്രത്തേക്ക് അങ്ങോട്ട് ഇടുമ്പോഴേക്കും അങ്ങോട്ട് പുറത്തേക്ക് ചാടുക കേട്ടോ. 5-6 അയിലേ ഉള്ളൂ, അതിന് 300 രൂപ 1 കിലോ. അങ്ങനെ 1 കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അയിലനെ മത്തിനെ എടുത്ത് മത്തി കുറച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തു. അയിലനെ ഫുള്ളും എടുത്തു. അങ്ങനെ അയിലനെ ക്ലീൻ ചെയ്തിട്ട് പൊരിക്കാനും എടുക്കാം, മത്തി അങ്ങോട്ട് കറിയും വെക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ മസാല ഇടുകയാണ് കേട്ടോ. പൊരിക്കേണ്ട മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിലേക്ക് നമുക്ക് മസാല എന്ന് പറയുന്നത് ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി 1-2 ചെറിയ ഉള്ളിയും 5-8 വെളുത്തുള്ളിയും പിന്നെ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഏറ്റവും വലിയ ജീരകം ഇട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ മസാല ആയിട്ട് യൂസ് ചെയ്യണേ. മീൻ പൊരി മസാല അങ്ങനെ അത് തേച്ച് വെച്ച് അങ്ങനെ ഉപ്പും മുളകൊക്കെ പിടിക്കണ്ടേ. അങ്ങനെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിൻ്റെ ശേഷം ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ഉലുവല്ല കേട്ടോ, 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊട്ടിച്ചതിൻ്റെ ശേഷം ചെറിയ ഉള്ളിയും സ്ലൈസായിട്ട് അരിഞ്ഞ് കുറച്ച് തോനെടുത്തുക്കണം കേട്ടോ. ഞാൻ കറിക്ക് നല്ല ഉള്ളി ഇടും. പിന്നെ കുറച്ച് 5-8 വെളുത്തുള്ളി ചതച്ചതും അതും കൂടി ഇട്ട് പച്ചമുളക് 2-3 ഇട്ടിട്ട് അതും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ടോ. വാട്ടിയതിൻ്റെ ശേഷം അപ്പുറത്ത് നമുക്കിതാ മീൻ പൊരിക്കാൻ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പപ്പടം പൊരിച്ചിട്ട് നേരെ മീനോട്ട് അതിനങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് അങ്ങോട്ട് തക്കാളി അങ്ങോട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. മീൻ മസാല ഒന്നും ചേർക്കണില്ല. അതൊന്ന് വാടിയതിൻ്റെ ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ച്